രാവിലെ 5:45 എഴുന്നേറ്റ് വേദയ്ക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ളതും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ റെഡിയാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് 7:30 സ്കൂളിൽ പോകേണ്ട വേദയ്ക്ക് മെസ്സേജ് 7 മണിയായപ്പോൾ വരുന്നു ഇന്ന് സ്കൂളിലാന്ന്. എങ്ങനെ വന്നു എന്നറിയാമോ? പിന്നെ ആ വിഷമവും ദേഷ്യമൊക്കെ അടക്കി പിടിച്ചുകൊണ്ട് നേരെ ദീപ ചേച്ചിയുടെ അവിടെ വന്നു. ദീപ ചേച്ചിയുടെ അവിടെ വന്നപ്പോഴേക്കും ദീപ ചേച്ചി എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ചീര പറിക്കുന്നുണ്ട്, അതെടുക്കുന്നുണ്ട്, ഇതെടുക്കുന്നുണ്ട്. എവിടെയോ ചെന്ന് ഈ മഴ സമയത്ത് ഏട്ടൻ ചെന്ന് വാളമീനും വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ട്രിവാൻഡ്രത്ത് ഭീകര മഴയാട്ടോ. ഇങ്ങനൊരു മഴ ട്രിവാൻഡ്രത്ത് പെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മുമ്പ് പെയ്തിട്ടുണ്ട്. എങ്കിലും കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോഴും വീണ്ടും ഭീകര മഴ. ദീപ ചേച്ചിയുടെ അവിടെയൊക്കെ ഭയങ്കര കാറ്റും ഇന്നലെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കാറ്റത്ത് അവർ നട്ടിരുന്ന വാഴയും കൊലയും ഒക്കെ അതേ ഒടിഞ്ഞ് വീണ് തൂങ്ങിക്കിടക്കുകയാണ് കേട്ടോ. നമ്മുടെ അവിടെയെങ്കിലും ഇത്രയും വലിയ കാറ്റൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല കാര്യമായിട്ടുള്ള മഴ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നട്ടുവച്ചിരുന്ന എല്ലാ കൊലകളും ഒടിഞ്ഞ് വീണ് കിടക്കുകയാണ്. എല്ലാം കായെല്ലാം വന്ന് തുടങ്ങിയതായിരുന്നു, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എനിക്ക് ചെറിയൊരു വയ്യായിക കൂടെ ഉണ്ട് കേട്ടോ. ഇന്നലത്തെ വീഡിയോ ഒക്കെ കണ്ടവർക്ക് മനസ്സിലാവും. അപ്പോൾ വയ്യായികയും കൂടി ഉള്ളതുകൊണ്ടാണ് തീരെയും ദീപ ചേച്ചിയുടെ അവിടെ വരാം, ഇവിടെ വന്ന് ചുമ്മാ ഇരിക്കാന്നൊക്കെ പറഞ്ഞ് വന്നതാണ് കേട്ടോ. എന്തായാലും ആ ആഗ്രഹം അങ്ങ് സാധിച്ചു. ഞാൻ എന്താ ഇവിടെ ചുമ്മാ ഇരിക്കുകയാണ്. പക്ഷേ ദീപ ചേച്ചിക്ക് പിട്ടിപ്പത് ജോലി ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ വന്ന സമയം മുതൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 12-1 മണി വരെ കിച്ചണിൽ ഒരുപാട് ജോലികളായിട്ട് നിന്ന് കേട്ടോ. തോരൻ വെച്ചു, സാമ്പാർ വെച്ചു, മെഴുക്കുവരട്ടി വെച്ചു, മീൻ വറുത്തത് വെച്ചു, മീൻ കറി വെച്ചു, കപ്പ ഇളക്കി, കപ്പ പുഴുങ്ങി, പിന്നെ വേദയ്ക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി, ചപ്പാത്തി ഉണ്ടാക്കി, അങ്ങനെ ഒരു ലോഡ് ജോലികളായിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. പാവം നമ്മൾ വന്നതുകൊണ്ട് പറ്റിപ്പോയതാണ്. ഞാൻ പിന്നെ ഇതിനിടയ്ക്ക് സഹായിക്കാനൊക്കെ ചെന്നു. എൻ്റെ സഹായം എന്താണെന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടും കേട്ടോ. ഉള്ളി തൊലിച്ചു കൊടുത്തു, കപ്പ തൊലിച്ചു കൊടുത്തു. ഇതിൽ കൂടുതൽ ആരെന്ത് ചെയ്യുമല്ലേ? ഞാൻ ചെയ്തൊരു ജോലി വലിയൊരു ജോലിയാണ്. ഇതിൽ കൂടുതൽ ആരും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കാൻ വേണ്ട കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് വയ്യാത്തത് കൊണ്ടാട്ടോ. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ കുറച്ചൊന്ന് ഇളക്കാനോ പറക്കാനോ കിണ്ടാനോ ഒക്കെ നിന്നാണ്. ഇതിപ്പോൾ എനിക്ക് ഇളക്കാനും വയ്യ, പറക്കാനും വയ്യ, കിണ്ടാനും വയ്യ കേട്ടോ. ഞാൻ അങ്ങനെ റെസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. കുറേ സമയം റെസ്റ്റെല്ലാം എടുത്ത ശേഷം ഞാൻ പോയി കിടന്നു കേട്ടോ. ദീപ ചേച്ചിക്ക് പറഞ്ഞ പോലെ ഒരുപാട് ജോലികളായിട്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു. കഞ്ഞിവെള്ളം കുടിച്ച് 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 ഞാൻ മരിച്ചു കേട്ടോ. ലോ BP എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ പിന്നെ കഞ്ഞിവെള്ളം ഒപ്പിട്ട് കുടിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് കുടിച്ചത്. കുടിച്ച് 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 കഞ്ഞിവെള്ളത്തിന് എന്നോട് വെറുപ്പായി, എനിക്കും കഞ്ഞിവെള്ളത്തിനോട് വെറുപ്പായിട്ടോ. അപ്പോഴേക്കും ദീപ ചേച്ചി എനിക്ക് കഞ്ഞി കുടിക്കാനായിട്ട് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി, നല്ല ഉടങ്കല്ലും മുളകും നല്ല മാങ്ങയൊക്കെ വെച്ച്. പക്ഷേ എനിക്കൊന്നും കഴിക്കണമെന്നില്ല. ചെറിയൊരു വിശപ്പടിച്ചപ്പോൾ അവിടെ ഇരുന്നൊരു കുഞ്ഞു കുറ്റിപ്പൂട്ടും കുറച്ച് സാമ്പാറും ഒരു മീൻ വറുത്തതും കൂട്ടി കഴിച്ചു കേട്ടോ. അത് കഴിച്ചിട്ടൊന്നും വലിയ രുചിയൊന്നും തോന്നുന്നില്ല. അപ്പോഴേക്കും വേദയ്ക്ക് ചിക്കൻ 65 എല്ലാം ദീപ ചേച്ചി വറുത്തു കൊടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ ചപ്പാത്തിയും കൂടെ ആയപ്പോൾ വേദ ഡബിൾ ഹാപ്പി. അങ്ങനെ ഇരുന്നപ്പോഴേക്കും പ്രകാശേട്ടൻ ഒരു ലോഡ് കിൻഡർ ജോയ് ആയിട്ട് വന്നു. അത് കണ്ടപ്പോൾ വേദ ട്രിപ്പിൾ ഹാപ്പി കേട്ടോ. വേദയ്ക്ക് ഇപ്പോൾ കിൻഡർ ജോയിയുടെ ഒരു തരം വല്ലാത്ത ഭ്രാന്താണ്. എന്ത് വേണമെന്ന് വെച്ചപ്പോൾ കിൻഡർ ജോയ് മാത്രം മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇഷ്ടംപോലെ കിൻഡർ ജോയ് വാങ്ങിച്ചുകൊണ്ടാണ് പ്രകാശേട്ടൻ വന്നത് കേട്ടോ. പ്രകാശേട്ടൻ വന്ന് കുറച്ചു നേരം കാര്യമെല്ലാം പറഞ്ഞിരുന്ന ശേഷം കഴിക്കാനുള്ള സമയമായി. ഇത്രയും കറികൾ ഈ വീട്ടിലുണ്ടായിട്ടും എനിക്കൊരു വകയും വേണ്ടായിരുന്നു. വെറും ചോറും ചമ്മന്തിയും വെച്ചാണ് കഴിച്ചേട്ടോ. എങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന ഞാനാണ് ഇപ്പോൾ ഒന്നും കഴിക്കാതെ. നിങ്ങളുടെ എല്ലാവരുടെയും കണ്ണുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത്. അതിൽ ഞാൻ ഖേദിക്കുന്നു. നിങ്ങളും അതിൽ ഖേദിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു.